പരുന്തുംപാറയുടെ അങ്ങോട്ട് തിരിയണ റോഡിനോട് കയറിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഒരു 6 കിലോമീറ്ററാണ് കാണിക്കണം. നമുക്ക് ബാക്കിയൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഇതുവരെ വന്നത് നല്ല അടിപൊളി റൂട്ടാട്ടോ. എന്ന് വെച്ചാൽ റോഡൊക്കെ ആണെങ്കിലും നല്ല അടിപൊളി റോഡാണ്. മോശമായിട്ടുള്ള വഴിയൊന്നും പറയാനൊന്നുമില്ല. അപ്പോൾ ഇനി ഏകദേശം ഒരു 6 കിലോമീറ്ററൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തും. നല്ല അടിപൊളി ക്ലൈമറ്റ് കേട്ടോ. നല്ല തണുപ്പൊക്കെ ഉണ്ട്. സമയത്ത് ഏകദേശം ഒരു 4 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വൈകുന്നേരം കയറാനുള്ള രീതിയിലാണ് നമ്മളിവിടെ വന്നേക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 4 മണി 4:30 അടുത്ത് ആവാറായിട്ടുണ്ട്. നമ്മളിപ്പോൾ താഴെ ഉള്ള ഒരു കടയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ജേണി കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഇനി ഏകദേശം ഒരു 3 കിലോമീറ്റർ കൂടി ഉണ്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക്. അപ്പോൾ നമ്മൾ തൊട്ടപ്പുറം അവിടെ ഫുഡ് കഴിച്ചിറങ്ങിയപ്പോൾ എക്സസൈസൊക്കെ വന്നു. എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ നമ്മുടെ വണ്ടിയും പോക്കറ്റ് ബാഗ് എല്ലാം പേഴ്സ് ഉൾപ്പെടെ സകലമായ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് വിട്ടത്. അപ്പോൾ ഇവിടെയൊക്കെ അത്യാവശ്യം റെയ്ഡൊക്കെ നടക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെ. ഇവിടെയൊക്കെ മണ്ണിടിഞ്ഞ് പോയി നോക്കും. അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ നല്ല കൂൾ ക്ലൈമറ്റ് ആയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഏലിയാസും അമലും നമ്മുടെ പുറകിൽ വരുന്നുണ്ട്. ജോൺസണാണ് ഫ്രണ്ടിൽ പോയത്. അപ്പോൾ നമ്മൾ 3 വണ്ടിയിൽ 4 പേരാണ് ഇന്ന് പരുന്തുംപാറ കയറാനായിട്ട് വന്നേക്കണേ. അപ്പോൾ ഞങ്ങളൊക്കെ ഫസ്റ്റ് ടൈമാണ് പരുന്തുംപാറ കയറാൻ പറഞ്ഞത്. ജോൺസൺ മാത്രം പണ്ടെങ്ങാണ്ട് പരുന്തുംപാറയെങ്ങാണ്ട് പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് നേരത്തെ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ സ്പോട്ടിലായിട്ട് തന്നെ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി ഷോർട്സും കാര്യങ്ങളൊക്കെ കൂടി കയറ്റേക്ക്. ഇതിനടുത്തുള്ള ഒരു സ്പോട്ടാണ്. പൊളി മോനെ കിഡു വൈബ്. ഇത് നമ്മുടെ പരുന്തുംപാറ എത്തണേക്കാളും മുമ്പുള്ളൊരു സ്പോട്ടാണ്. അടിപൊളി വ്യൂ കേട്ടോ. എൻ്റെ അമ്മ തീർ വ്യൂ കേട്ടോ ഗൈസ്. നല്ല അടിപൊളി കുന്നുകളാൽ ചുറ്റപ്പെട്ട് കിടക്കണേ. അത്യാവശ്യം നല്ല ഒരു കാറ്റും ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ വൈകുന്നേരം വന്നുകൊണ്ട് ഇവിടുത്തെ വെയിലിന് അത്ര വലിയ കാഠിന്യമൊന്നുമില്ല കേട്ടോ. ലൈറ്റ് വെയിലുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അങ്ങേ അറ്റത്ത് നമുക്ക് കുറേ മലകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു സീനറി. അപ്പോൾ അതാണ് ഏലിയാസ്, അമൽ നിങ്ങൾക്കറിയായിരിക്കും. ഇത് ജോൺസൺ. അപ്പോൾ ഞങ്ങൾ 3 വണ്ടിയിലാണ് വന്നേക്കണേ. ഡൊമിനാർ, ഡ്യൂക്ക്, ഹിമാലയൻ. അപ്പോൾ നമ്മൾ പോണ റൂട്ടിൽ കണ്ട കാഴ്ചകളാട്ടോ ഇത്. നല്ല അടിപൊളി വ്യൂ ആണ്. ഗൈസ് അപ്പോൾ നമുക്ക് മെയിൻ സ്പോട്ട് നമുക്കിനി കണ്ടുപിടിക്കണം. നല്ല അടിപൊളി ആംബിയൻസ് ആയിട്ട് നമുക്കപ്പോൾ ആ മലയിലോട്ടൊന്ന് കയറി വെക്കാം. ഇതിനേക്കാളും കുറച്ചുകൂടെ ഹൈറ്റിൽ നിൽക്കുന്ന മലയാണത്. അപ്പോൾ നമുക്ക് അവിടെയോടെ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് വരാം. വാ, ഞാൻ ചോദിക്കട്ടെ, ഈ വഴിക്ക് കയറി ഇങ്ങനെ ആ
ആ അപ്പോൾ നമുക്ക് ഇതിൽ കയറി പോകാൻ പറ്റുമോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു ജീപ്പൊക്കെ പോകുന്ന റൂട്ടാണിത്. പോട്ടെ പോട്ടെ. ഫ്രണ്ടൊക്കെ പൊക്കിയോ അല്ലോ തീർ. വാ മുകളിലോട്ട് വാ. സെക്കൻഡിനായി പോയടാവേ കൊമ്പോ. ഇങ്ങനൊരു ഓഫ് റോഡ് നമ്മളിവിടെ പ്രതീക്ഷിച്ചില്ല. മോനെ എന്റെ പൊന്ന് ഒരു രക്ഷയില്ലാത്ത സ്പോട്ട്. നമ്മൾ കയറി നിന്നത് അവിടെ കേട്ടോ. അവിടെയാണ് നമ്മൾ കയറി നിന്നത്. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഓഫ് റോഡ് കയറുന്നത്. നമ്മൾ ഓഫ് റോഡ് പ്രതീക്ഷിച്ച് വന്നേ അല്ല കേട്ടോ. എവിടേക്കോ തട്ടിയിട്ടില്ല. വണ്ടിയുടെ ഇവിടെ തട്ടിയാൽ നോക്കിയാൽ എൻ്റെ നല്ല ഇടി ഇടിച്ചിട്ടുണ്ടല്ലോ. ആ എടാ എൻ്റെ ഇതിൻ്റെ ഒരു നെട്ടി അടിപ്പി കൊമ്പു. അവിടെ നല്ല ടാസ്ക് അല്ലേ. ഈ പുല്ലിൻ്റെ നിൽക്കണേ. നോക്കാം നോക്കാം. അപ്പോൾ എന്തായാലും അടിപൊളി കേട്ടോ. എൻ്റെ പൊന്ന് ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങ് ലോങ്ങിൽ കിണ്ണം വ്യൂ കേട്ടോ. തീറ് വ്യൂ എന്ന് പറഞ്ഞാൽ തീറ് വ്യൂ എന്ന് വെച്ചാൽ അങ്ങ് ലോങ് സൈഡിൽ ഭയങ്കര വലിയ മലകൾ ഇങ്ങനെ കിടക്കണം. നമുക്ക് ഇവിടെ നിന്ന് വെയിലിങ്ങനെ വെട്ടം ഇങ്ങനെ ഇറങ്ങിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ റോഡ് പണിക്കായിട്ട് കുറച്ച് മിറ്റിലും കാര്യങ്ങളൊക്കെ ഇട്ടേക്കണു. ഇവിടെ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ ആ താഴെ വന്നപ്പോൾ താഴത്തെ പോലെ ഒരു മലയാന്ന് കരുതിയാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ ജസ്റ്റ് 4x4 വണ്ടികൾ കയറുന്ന സ്പോട്ടാണിത്. അപ്പോൾ നമ്മൾ ഇതിൽ കൂടെയാണ് കയറി വന്നത്. ഇത് കണ്ടോ ജീപ്പ്. നമ്മുടെ വണ്ടി നല്ല കറങ്ങൽ ഇറങ്ങി. എന്തായാലും ഫുള്ളി വ്യൂ, ഒരു രക്ഷയില്ല. ഗൈസ്, അപ്പോൾ നമ്മളാ പറഞ്ഞ മല നമ്മൾ കയറാൻ പോവാണ്. എന്താവും അറിയില്ല, നമുക്ക് നോക്കാൻ തരും.
റോഡിൻ്റെ വഴിയാണ്. നമുക്ക് ഇത്ര റൂട്ടൊന്ന് വിളിച്ചു നോക്കാം. ജോൺസണിൻ്റെ ഈ റൂട്ട് പോകുന്നുണ്ട്. നമ്മൾ നേരെ ഇത്ര റൂട്ട് പോവാണ് ഗൈസ്. ആണ് ജോൺസൺ പോണേ. അപ്പോൾ നമ്മൾ പോകാൻ പോകാൻ റോഡ്. അപ്പോൾ നമുക്ക് ജോൺസനെ ഫസ്റ്റ് വിടാം. അല്ല പോട്ടെ പോട്ടെ പോട്ടെ, ഫ്രണ്ടിൽ പോട്ടെ 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 പോട്ടെ. പരുന്തുംപാറയുടെ അടുത്തുള്ള ഓഫ് റോഡ് അടിക്കാൻ പോവാണ്. അതൊക്കെ ആരെങ്കിലും വന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇവിടെ അമാര് വരട്ടെ. അമ്പു പൊള്ളി ഗൈസ്. നമ്മുടെ സൂര്യൻ്റെ ഒച്ച മുകളിലുണ്ട്. അങ്ങോട്ട് ഒരുപാടുണ്ട്. അയ്യോ, ഇത് എവിടെ ചെന്ന് എൻഡ് ചെയ്യുന്നൊന്നും അറിയില്ല. നമ്മൾ മെയിൻ പരുന്തുംപാറ സ്പോട്ടിലിട്ട് നമ്മൾ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് പോകണം. ഒറ്റ സ്റ്റേജ് കയറി അടിച്ചിട്ട് വന്നാലോ? ആ വീഡിയോ ഇനി നോക്കണ്ടല്ലോ, വീഡിയോ അതുപോലെ. അപ്പോൾ നമ്മൾ അതുകൂടി അടിച്ചിട്ട് വരുവാണ്. സമയം ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വ്യൂസൊന്നും കിട്ടില്ല. അപ്പോൾ നമുക്ക് അതുകൂടെ അടിച്ചിട്ട് വരാം. അല്ലെങ്കിൽ പിന്നെ ടൈം നമുക്ക് നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പായതുകൊണ്ടേ ഒരു വിധി ഉണ്ടായിട്ടായിരിക്കും. ഒരു ഓഫ് റോഡ് നമ്മളൊന്നും പ്രതീക്ഷിച്ച് വന്നതേ അല്ല. പോട്ടെ പോട്ടെ പോട്ടെ. ഇതിനൊരു അവസാനമില്ല. എൻ്റെ അമ്മ, ഇവിടെ വഴി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. വഴിയൊക്കെ ഉണ്ട് കേട്ടോ ഇതിലേക്ക്. അതാണ് നമ്മുടെ വഴി. അതുകൊണ്ട് ഇവിടെ ജീപ്പ് പോയി റൗണ്ട് അടിച്ച് വന്നെ ഒരു പാട്ടാട്ടോ. അത്യാവശ്യം അടിപൊളി ആംബുലൻസും വ്യൂവിൻ്റെ നടുക്കേക്കറുള്ളൊരു ഓഫ് റോഡാണ്. അത്യാവശ്യം ടഫുമാണ്. വലിയ കുഴപ്പമാണ് പറയാം. എങ്ങോട്ട് പോകുമെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന് തിരിച്ചു പോകാൻ എനിക്ക് തോന്നുന്നു കേട്ടോ. ഇത്ര ഉള്ളൂല്ലടാ, ഇത്ര ഉള്ളൂല്ലേ?
ഒമ്പോ അടിപൊളി കേട്ടോ. അതെ ഇതൊക്കെ ഏത് മലയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. എന്തായാലും അടിപൊളി വ്യൂ ആണ് കേട്ടോ ഗൈസ്. ഫുള്ളു ഒരു രക്ഷയില്ല. ഒമ്പോ പൊളി. ഓ വന്നില്ലെങ്കിൽ വന്ന് നഷ്ടമായി പോയാ കേട്ടോ അല്ലേ. പൊളി പൊളി അടിപൊളി വ്യൂ കേട്ടോ. അപ്പോൾ നമുക്ക് പരുന്തുംപാറയാണ് നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ. അപ്പോൾ നമുക്ക് പരുന്തുംപാറയിലിട്ട് നമുക്ക് പോകണം. അപ്പോൾ സൂര്യൻ അവിടെയാണ്. സൂര്യൻ താഴണതിന് മുമ്പ് നമുക്ക് പരുന്തുംപാറ എത്തണം. പോയാൽ തിരിച്ചു വിടാലോ. അപ്പോൾ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തിരിക്കുവാണ്. താഴെ ചെറിയ രീതിയിലുള്ള കൊക്കയാണ്. നമ്മൾ വണ്ടിയൊക്കെ തിരിക്കുമ്പോൾ പയ്യെ തിരിക്കണം, പിന്നെ കൊക്കയിൽ പോകും. ഇവിടെ ഇങ്ങനെ ജീപ്പ് റൈഡൊക്കെ ഉള്ളതാണ്. ഇവിടെ ജീപ്പുകളൊക്കെ വന്നേക്കണം. ഇത് പ്രൈവറ്റ് ജീപ്പുകളാണോ അതോ ഇവിടെ സർവീസ് ഉള്ളതാണെന്ന് അറിയില്ല. സർവീസ് ഇല്ലാന്ന് തോന്നുന്നു. പ്രൈവറ്റ് വണ്ടികൾ വന്നതിൻ്റെ പാടുകളൊക്കെയാണെന്ന് തോന്നുന്നു. നമുക്ക് തിരിച്ചു പോകാം. നമ്മൾ കൂടുതൽ ലാഗ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പരുന്തുംപാറ ചെല്ലുമ്പോഴത്തേന് ഇരുട്ടായി പോകും. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പൊടിയിട്ട് നമ്മളെ കുളിപ്പിക്കും. എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ചിറങ്ങി നമുക്ക് പരുന്തുംപാറ എത്തണം. അല്ലെങ്കിൽ മൂഞ്ചി പോകും. കുടിക്കാൻ വേണ്ടി വന്നാൽ കുറേ നാളായി ഓഫറോടൊക്കെ അടിച്ചിട്ട്. അപ്പോൾ ചുമ്മാ ഒരു മൂപ്പിൻ്റെ പുറത്ത് വന്നാട്ടോ. നമുക്ക് സമയം ഉണ്ടായില്ല. നമ്മൾ ഉച്ചക്കാണ് വന്നത്. അപ്പോൾ നമുക്ക് സമയം ഒട്ടും ഉണ്ടായില്ല. സമയം ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഇതായിട്ട് നമ്മൾ ലാവിഷായിട്ട് നമുക്ക് കവർ ചെയ്യാം. പോവാം. അപ്പോൾ നമുക്കത് അവിടെ ചെല്ലണം. ഇലിയാസിന് വേണ്ടി അവിടെ ഇരിക്കുന്നുണ്ട്. റൗണ്ടിന് ശേഷം നമുക്ക് തിരിച്ചു വന്നു. ആ പോണാണ് നമ്മുടെ വഴി. അവിടെ നിന്ന് 1 കിലോമീറ്റർ ചെന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ പരുന്തുംപാറ ശരിക്കും ഉള്ള സ്പോട്ട്. ആൾക്കാരൊക്കെ നടന്നു പോകണമുണ്ടോ, അതാണ് മെയിൻ പരുന്തുംപാറ. അവിടെ നിന്നുള്ള വ്യൂ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ചുറ്റിക്കറങ്ങി 1 കിലോമീറ്റർ അങ്ങോട്ട് പോകാനുണ്ട്.
ഇവിടെ എത്തിയപ്പോൾ എനിക്ക് എന്നാ പറ്റിയെന്ന് അറിയോ? ഇവിടെ എത്തിയപ്പോൾ എൻ്റെ വണ്ടി സെക്കൻഡായിരുന്നു. തെന്നലൊക്കെ ഉണ്ടാവും. എടാ നീ കാലുകുത്തണ്ട, ഞാൻ കാലുകുത്തിക്കോളാം. ഇതിൻ്റെ മെയിൻ വിഷയം എന്താണെന്ന് വെച്ചാലേ, ഈ വൈസറില്ലേ, ഈ വൈസർ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫ്രണ്ടിലത്തെ കല്ല് കാണാൻ പറ്റില്ല. ഇവനിരുന്നോണ്ട് ഒരുപാട് തെന്നില്ല. ഒയ്യോ എൻ്റെ വണ്ടീന് മണ്ടേലാണ്. അങ്ങനെ ജോൺസൻ്റെ ലെസിന് വണ്ടി താഴെ ഇറക്കിയിട്ടുണ്ട്. അപ്പം ഇനി എൻ്റെ വണ്ടി ഇവിടെ ഇറക്കണം. അപ്പോൾ പയ്യെ ഇറക്കിയിട്ട് നമ്മൾ പരുന്തമ്പാറയിലോട്ട് പോകട്ടോ. പോവാ അപ്പോൾ നമ്മുടെ പരുന്തുംപാറ വ്യൂ പോയിന്റ് ഏകദേശം നമ്മൾ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ മുകളിലുള്ള മലയിലാണ് നമ്മളിപ്പോൾ കയറിയിട്ട് ഇറങ്ങി വന്നത്. ഇവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് കയറി പോയി. അവിടെ അതിൻ്റെ താഴെയാണ് അവിടെ വ്യൂ തന്നെ. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വണ്ടി വയ്ക്കാം. അവിടെ അല്ലേ വെച്ചാലോ? എവിടെ വെക്കണേ? അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഇതിലൂടെയാണ് നമുക്ക് നടന്നു കയറി പോകണ്ടേ. അപ്പോൾ നമുക്ക് നോക്കാം അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ്.